പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യമൂടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുവാനോട് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് നല്ല അനുഗ്രഹത്തിന് കാരണമായി തീരണം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ദൈവസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണം. ദൈവകൃപയാൽ ഞങ്ങളെ പൊതിയണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവെ സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് കൃപയ്ക്കുള്ളി പൊതിഞ്ഞുകൊണ്ടാട്ട് യേശുമൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് പ്രിയ സിസ്റ്റർ രമണിയാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഡൽഹിയിൽ ഏത് സ്ഥലത്താണ്? ഞങ്ങള് ഡൽഹിയില് സാക്കേതിന്റെ അടുത്ത് കാൺപൂർ എന്ന് പറയും, അതിന്റെ അടുത്ത് ദേവലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ദേവലി. ഓക്കെ, അറിയത്തില്ല സ്ഥലം. ന്യൂഡൽഹി ആണോ? സൗത്ത് ഡൽഹിയിലാ. സൗത്ത് ഡൽഹിയിലാണ്. വർഷങ്ങളായോ ഡൽഹിയിലായിട്ട്? ഇപ്പം 32 വർഷമൊക്കെ ആയി. ശരി. നാട്ടിലെവിടെയാ? നാട്ടില് ഞങ്ങള് പെരുമ്പാവൂരായിരുന്നു, വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഞങ്ങള് വിറ്റിട്ട് ഹൈറേഞ്ചിന് പോയതാ. ഹൈറേഞ്ചിൽ ഇങ്ങനെ സ്ഥലമൊക്കെ ഒത്തിരി എടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെ വെട്ടിയെടുക്കാനൊക്കെ അങ്ങനെ പോയതായിരുന്നു. അപ്പൊ അത് അടിമാലിയുടെ അടുത്ത് പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരി. ഓക്കെ സിസ്റ്റർ. ജനിച്ചു വളർന്നതൊക്കെ അടിമാലിയിലാണോ അതോ പെരുമ്പാവൂരായിരുന്നോ? ഞാൻ ഉണ്ടായത് വേങ്ങൂരാ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, കുഞ്ഞായിരുന്നപ്പോഴും പണിക്കൻകുടിക്ക് പോയേ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, ജനിച്ചു വളർന്ന സ്ഥലം, പേരൻസിനെ പറ്റി, എല്ലാ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട്ടില് എനിക്ക് അച്ഛനുണ്ട്, ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. പിന്നെ എനിക്ക് മോനുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു ഇപ്പം? അവനിപ്പം UK ജോലി ചെയ്യുക. ഓ ശരി, ഓക്കെ. ഭരദ്വാജ് എന്നാണ് സർനെയിം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിവാഹവും അങ്ങനൊരു ഉത്തരേന്ത്യ വിവാഹമായിരുന്നോ? അതെ പാസ്റ്റർ. ശരി. അപ്പോൾ ഒത്തിരി കഥകൾ പറയാനുണ്ടല്ലോ, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടല്ലോ. ശരി. ആ സമയത്തൊന്നും പക്ഷേ നമ്മളൊരു രക്ഷയുടെ അനുഭവമുള്ള ഒരു സമയങ്ങളൊന്നും ആയിരുന്നില്ല അല്ലേ? ഇല്ല. എന്തുവായിരുന്നു ജനിച്ചു വളർന്ന പശ്ചാത്തലമൊക്കെ എങ്ങനെയായിരുന്നു? ജനിച്ചു വളർന്ന് ഞങ്ങളൊരു ഒത്തിരി പൈസയൊന്നും ഇല്ലാത്ത വീട്ടിലായിരുന്നു. ഹിന്ദു ഫാമിലി ആയിരുന്നു. കാർപ്പന്റർ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ശരി. ഡൽഹി പഠിക്കാൻ വേണ്ടിയൊക്കെ പോയതാണോ? അല്ല പാസ്റ്റർ, ഞാനത് എൻ്റെ ഒത്തിരി സാക്ഷ്യമുണ്ട് പാസ്റ്റർ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദ്യങ്ങളെല്ലാം കുറയ്ക്കുകയാണ്. സിസ്റ്ററിന് തന്നെ അനുഭവങ്ങൾ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ കേട്ടോ. ആരംഭം മുതലേ പറയാം. ശരി, കണ്ടിന്യൂ ചെയ്യാം. ഞാൻ അങ്ങോട്ട് പോയി, എന്നെ കൊണ്ട് കുഞ്ഞായിരുന്നു. ഇപ്പം പണിക്കൻകുടിയിലേക്ക് പോയി. എൻ്റെ ഫാദറും എൻ്റെ വല്യമ്മച്ചിയുണ്ട്, ഫാദറിൻ്റെ അനിയനുണ്ട്, ഫാദറിൻ്റെ പെങ്ങളുണ്ട്. ഇത്രയും പേര് കൂടി എൻ്റെ അമ്മയും ഞങ്ങൾ ഹൈറേഞ്ചിന് പോയി. അവിടെ ഒരു ചെറിയ സ്ഥലമൊക്കെ വെട്ടിയെടുത്ത് അവിടെ താമസിക്കുമായിരുന്നു. അന്നേരം ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ മരപ്പണി ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ അപ്പൻ അന്നേരവും ഈ ഡ്രിങ്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഇങ്ങനെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ, എനിക്ക് 10 മാസമുള്ളപ്പം എന്നെ ഇട്ടിട്ട് അങ്ങ് അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അമ്മ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം അമ്മേനെ അവർ വേറെ വിവാഹം കഴിച്ചു വിട്ടു. അപ്പം ഞാൻ വളരെ കുഞ്ഞാണ്, 10 മാസമേ ഉള്ളൂ എനിക്ക്. അന്നേരം എൻ്റെ വല്യമ്മച്ചിയാണ് എന്നെ വളർത്തിയത്.
വല്യമ്മച്ചിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയനും ഉണ്ട്. അന്ന് എൻ്റെ അച്ഛൻ്റെ അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം വല്യമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. വല്യമ്മച്ചി വളരെ സ്നേഹത്തോടെ എന്നെ വളർത്തി. ഒത്തിരി ബുദ്ധിമുട്ടി എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ആൻറ്റിയും ഒത്തിരി എന്നെ വളർത്താൻ വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരുന്ന് എന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛന് എന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. എന്നെ പഠിപ്പിക്കാനോ എന്നെ വളർത്താനോ ഒന്നും ഒരു ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ വല്യമ്മച്ചിയുടെ ഇതിലാണ് ഞാൻ കഴിയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് എന്നെ സ്കൂളിലൊക്കെ വല്യമ്മച്ചിയാണ് വിട്ട് കഴിഞ്ഞ് കുറേ ഞാൻ ശകലം വലുതായി, പഠിക്കാറൊക്കെ ആയി. ഒരു 4-ാം ക്ലാസ്സിലായപ്പം എൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അച്ഛൻ വേറൊരു സ്ഥലത്തൊരു വീടൊക്കെ ഉണ്ടാക്കി സ്ഥലമൊക്കെ മേടിച്ച് അങ്ങോട്ട് താമസിക്കുവാണ്. അപ്പോഴേക്കും എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അച്ഛൻ എന്നെ നിർബന്ധിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം അവിടെ ഓരോ പണികളൊക്കെ ചെയ്യാനും ഒക്കെ. എന്നിട്ട് പിന്നെ ഞാൻ 8-ാം ക്ലാസ് വരെ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. വലിയ ബുദ്ധിമുട്ടിയാണ് എന്നെ സ്കൂളിലൊക്കെ അവർ വിട്ടത്. എൻ്റെ അച്ഛനും ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അമ്മയും പിന്നെ ആൻറ്റിയും കുഞ്ഞാച്ചനും ഒക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ 8-ാം ക്ലാസ്സിലായപ്പം എൻ്റെ അച്ഛൻ എന്നെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇനി ഒത്തിരി പഠിക്കുകയൊന്നും വേണ്ട, ഇനി വേറെ എന്തെങ്കിലും പണിയൊക്കെ വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അന്നേരം ഞാൻ പിന്നെ ഇങ്ങനെ പഠിക്കാൻ ഞാൻ ചെറിയ ചെറിയ കുപ്പികളിൽ വെള്ളം നിറച്ച് ഇങ്ങനെ ചായ ഒക്കെ ഇട്ട് ഇങ്ങനെ എനിക്ക് നേഴ്സാകാൻ വലിയ ആഗ്രഹമാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ എന്നിട്ട് എനിക്ക് അവിടെ എൻ്റെ അച്ഛൻ എന്നെ ഉപദ്രവിക്കും. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തിട്ട് വന്നിട്ട് എന്നെ അടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ശരിക്കും അച്ഛനെ ഭയങ്കര പേടിയാണ്. അച്ഛനെ കാണുന്നവരെ എനിക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് ആശ്രയമുള്ളത് വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചീൻ്റെ അടുത്ത് പക്ഷെ പോകാനും പറ്റത്തില്ല. അച്ഛൻ എന്നെ വിടത്തില്ല. ഇവിടെ തന്നെ നിൽക്കുവാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത്. ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടായി. അന്ന് എനിക്ക് 13 വയസ്സ് കഴിഞ്ഞു, 14 വയസ്സുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ അനിയൻ നാഗപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ കൂടെ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്, വല്യമ്മച്ചിയുടെ കൂടെ. അന്നേരം എനിക്ക് ആ സ്ഥലം കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ശരിക്കും എന്നാലും ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ അന്നേരം അവിടെ നിന്ന് ഞാനങ്ങ് പോയി. എങ്ങനെ പോയെന്നൊക്കെ ഇപ്പം ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അത്രയും പ്രായമുള്ള എനിക്ക്. ഞാൻ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെന്നു, നാഗപ്പുഴ. അവിടെ ചെന്നപ്പം എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. അന്നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. കൊച്ചേട്ടൻ എന്നാണ് ഞാൻ അച്ഛൻ്റെ അനിയനെ വിളിക്കുന്നത്. അച്ഛന് 2 അനുജന്മാരുണ്ട്. അപ്പം കൊച്ചേട്ടൻ പറഞ്ഞു എന്നോട്, എടി കൊച്ചെ, എനിക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ഓൾറെഡി 4 പിള്ളേരുണ്ട്. ഞാൻ പിന്നെ എങ്ങനെയാണ് നിന്നെ കൂടെ പഠിപ്പിക്കുന്നത്? അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. ഞാനാകെ വിഷമത്തിലായി, എനിക്ക് സങ്കടമായി. അപ്പോൾ അവരുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരണമെങ്കിൽ താഴെയാണ് കിണർ, ഒത്തിരി ദൂരെ പോകണം. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം. അപ്പം ഞാൻ ആ പിള്ളേരുടെ കൂടെ വെള്ളം എടുക്കാൻ വേണ്ടി ഞാനും പോകും. എന്നിട്ട് അവിടെ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു വീട്ടുകാരുണ്ട്, പുളിക്കക്കാർ. അവിടെ ഒരു ചേച്ചിയുണ്ട്, ലിസി എന്ന് പറഞ്ഞ്. ആ ചേച്ചി ചോദിച്ചു, മോളെ എവിടെ നിന്ന് വന്നതാണ്, എന്താ കാര്യമൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ചേട്ടൻ്റെ മോളാണ്, ഞാൻ ഹൈ റേഞ്ചിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചി പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പം ചേച്ചി പറഞ്ഞു, ആ മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ മഠത്തിലൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി SH ഗവൺമെൻറ് പൈങ്കുളത്ത് ഞാൻ ഇപ്പം ഉള്ള സ്ഥലം നാഗപ്പുഴയാണ്. അവിടെ പൈങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മൈലക്കൊമ്പിൻ്റെ അടുത്ത്. അപ്പോൾ പൈങ്കുളത്ത് ഒരു സ്കൂളുണ്ട്, സെൻറ്റ് റീത്താസ് ഹൈ സ്കൂൾ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ആ കോൺവെൻറ്റിൽ ചോദിച്ചു നോക്കട്ടെ. ചേച്ചി പോയി കോൺവെൻറ്റിൽ ചോദിച്ചപ്പം അവിടെ ബാലഭവനുണ്ട്, പിന്നെ വയസ്സായ വയസ്സായ അമ്മമാരുള്ള സ്ഥലവും ഉണ്ട്. അപ്പോൾ ഈ ചേച്ചി അവിടെ പോയി അവിടുത്തെ അമ്മയോട് സിസ്റ്ററിനോട് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നെ അങ്ങനെ എന്നോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ വേഗം പോയി അങ്ങോട്ട്. എൻ്റെ അച്ഛൻ്റെ
അനുജൻ്റെ ഭാര്യ അവിടെ കൊണ്ടുവിട്ടു. ചേച്ചി ഞാനവിടെ താമസിച്ചു. അമ്മ ഭയങ്കര നല്ലൊരമ്മയായിരുന്നു. ആ അമ്മ സിസ്റ്റർ കന്യാശ്രീ സിസ്റ്റർ ലിയോ എന്നാണ് പേര്, ലിയോമ. ഞങ്ങൾ പിള്ളേർ വിളിക്കുന്ന ലിയോമ എന്നാണ്. അമ്മ എന്നെ വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ അമ്മ പറയും ഒരു ഹിന്ദു കൊച്ചാണ്, പക്ഷെ എന്നാലും അതിന് അപ്പനും അമ്മയില്ല, അപ്പനാണെ അടിക്കും അതിനെ. അപ്പോൾ അത് ഇവിടെ നിന്നോട്ടെ. അമ്മയ്ക്ക് വലിയ സ്നേഹമായി. എനിക്ക് വേണ്ടി കർത്താവ് ഓരോ ആൾക്കാരെ തക്ക സമയത്ത് ഉയർത്തി. അതാണ് അതാണ് എനിക്ക് ഏറ്റവും ഒരു ഇത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി. അമ്മ ഇങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണേ പാറത്തോട്ടിൽ പോകണം. പാറത്തോട് വരെ പോകാൻ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അമ്മ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ നിന്ന് മേടിച്ച് എന്നെ പൈങ്കുളത്ത് സ്കൂളിൽ ചേർത്തു. അപ്പം ഞാൻ അവിടെ ഓരോ പണികളൊക്കെ ചെയ്യും. ബാലഭവനിൽ വേറെയും പിള്ളേരുണ്ട് ഒത്തിരി പേര്. ഞാൻ പണികളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ഞാൻ അവിടെ 9, 10 പഠിച്ചു കഴിഞ്ഞ് പിന്നെ എല്ലാ പിള്ളേരും കുറേ പിള്ളേരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. കോളേജിലൊന്നും വിടാനുള്ള പൈസ അങ്ങനെയൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോർത്ത് ഇന്ത്യക്ക് ഈ സിസ്റ്റേഴ്സ് പോകും, അതിന് മിഷന് പോകും എന്നാണ് പറയുന്നത്. അപ്പം ലിയോമ ഇങ്ങനെ എല്ലാവരോടും ചോദിക്കും, ആരെങ്കിലും സിസ്റ്റേഴ്സ് മിഷന് പോകുന്നവരുണ്ടോ, ഈ കൊച്ചിനെ നോർത്ത് ഇന്ത്യയിലൊന്ന് കൊണ്ടുപോകാവോ, അവളെ ഇങ്ങനെ ഇവിടെ ഇൻ്റർമീഡിയറ്റോ വല്ലതും പഠിപ്പിച്ചിട്ട് നേഴ്സിങ്ങിന് വിടാൻ വേണ്ടി. അപ്പം ഇങ്ങനെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ അമ്മ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. സിസ്റ്റേഴ്സിൻ്റെ ആ സേവനം വളരെ വലുതാണ്. അവർ കാരണം ഒത്തിരി ജീവിതങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രക്ഷപ്പെട്ട ഒരു ജീവിതമാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ എന്നിട്ട് ഒരു സിസ്റ്റർ പറഞ്ഞു ശരി എന്നാൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മധ്യപ്രദേശിന് സിസ്റ്റേഴ്സ് പോയപ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് എന്നെ ഇൻ്റർമീഡിയറ്റ് പഠിപ്പിച്ചു. അന്നേരം ഞാൻ മഠത്തിലെ ജോലികളൊക്കെ ചെയ്യും, അതുകൊണ്ട് പഠിത്തവും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എന്നാലും എനിക്ക് മുഴുവൻ സമയമൊന്നും പഠിക്കാനില്ല. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഞാൻ അന്നേരം പഠിക്കുമ്പം എനിക്ക് എന്തായാലും ജോലി ചെയ്തുകൊണ്ട് പഠിച്ചാലും ഞാൻ പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ പഠിക്കുമായിരുന്നു. അത് പിന്നെ സിസ്റ്റേഴ്സ് പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ചെയ്ത് ഞാനത് പഠിച്ചു. ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടുകാരി, ഒരു മലയാളിയാണ്, ഏലിയാമ്മ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരിയെ ഞാൻ കണ്ടു. അവളെ ഞാനിങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ മാർക്കറ്റിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു മലയാളിയെ കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ്. അപ്പം ഏലിയാമ്മ അവളുടെ ചേച്ചിയുടെ കൂടെ അവിടെ വന്ന് താമസിക്കുവാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്കിങ്ങനെ ഗ്വാളിയറിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്, അവിടെ നേഴ്സിങ്ങിന് വേണ്ടി ഇങ്ങനെ പിള്ളേരെയൊക്കെ എടുക്കുന്നുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് പോകും, അപ്പം ഞാൻ നിനക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു. അതാണ് വേറൊരു കാര്യം. നോക്കിക്കേ, അവിടെയും കർത്താവ് വേറൊരാളെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ആദ്യം ലിയോമേനെ കർത്താവ് ഇത്രത്തോളം ലിയോമ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഏലിയാമ്മ, അവൾക്ക് വലിയ സ്നേഹം എന്നോട്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാ നിനക്ക് വേണ്ടി ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അവൾ ആദ്യത്തെ ബാച്ച്, അത് ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്വാളിയറിലുണ്ട്, തുടങ്ങുമായിരുന്നത്. 90 അത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ബാച്ചിൽ അവൾ കയറി കഴിഞ്ഞാൽ പിന്നത്തെ ബാച്ചിലാണ് ഞാൻ ഒക്കെ കയറിയത്. അന്നേരം പിന്നെ അവിടെ 80s അന്നേരം അവിടെ ചെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, പൈസയൊന്നും ഒത്തിരി ഇല്ല, വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമുണ്ട്. എനിക്ക് ഒരു വസ്ത്രമോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എനിക്ക് ഏലിയാമ്മ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവളും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് മഠത്തിലായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഡിസിപ്ലിൻ പഠിച്ചു. 4:30 അവിടെ നേരത്തെ എഴുന്നേൽക്കും, രാവിലെ എഴുന്നേൽക്കണം. പിന്നെ അവിടെ പ്രാർത്ഥനയുണ്ട്, കൊന്ത ചെല്ലും. പിന്നെ അവിടെ ഇങ്ങനെ രാവിലെ പ്രഭാത പ്രാർത്ഥനകളുണ്ട്, പിന്നെ കുർബാന, ഇതൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ ആരും
അന്ന് രക്ഷയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പാട്ട് പാടും, പ്രാർത്ഥിക്കും. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എനിക്കിങ്ങനെ പഠിച്ച ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കൂട്ടുകാർ കുറച്ച് ക്രിസ്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് വലിയ പ്രാർത്ഥന, മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് അവിടെ ജോലി ട്രെയിനിങ്ങിൽ വെച്ച് അവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. സ്റ്റൈഫൻഡ് അന്ന് 250 രൂപയാണ് കിട്ടുന്നത്. അതിൽ കുറച്ച് പൈസ കട്ട് ചെയ്തിട്ട് 210 രൂപ കിട്ടും. അപ്പോൾ അവരുടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അവിടെ ബോണ്ട് ചെയ്യണം 2 മാസം അഥവാ 2 വർഷം. അഥവാ ബോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റൈഫൻഡ് കിട്ടത്തില്ല. അങ്ങനെയുണ്ട്. പിന്നെ അന്നേരം നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് അവിടെ ബോണ്ടിന് വേണ്ടി ഇത് ചെയ്യണം. നമ്മുടെ ഒരു ഉത്തരവാദിത്വം എടുത്ത് കാണിക്കണം. അപ്പോൾ ഞാൻ മടത്തി പറഞ്ഞപ്പം സിസ്റ്റേഴ്സ് പറഞ്ഞു അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവർക്ക് അങ്ങനെ ബോണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, അവരുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എനിക്ക് വലിയ വിഷമമായി. അവിടെ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു. ആ ഓഫീസിലുള്ള ആളുടെ ഒരു കൂട്ടുകാരൻ, അവിടെ ഗ്വാളിയറിൽ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു, മോഹൻ ഭരദ്വാജ് എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ഈ ബോണ്ടിന് വേണ്ടി ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വീടുമായിട്ടും ഒരു ബന്ധമില്ലെന്ന് ഓർത്തോണം. വേറെ ആരും അങ്ങനെ ഒത്തിരി എന്നെ, പിന്നെ ലിയോമ നാട്ടിലാണ്. അമ്മ ഇടയ്ക്കൊക്കെ എഴുത്തൊക്കെ അയക്കും. പക്ഷെ എനിക്ക് എന്താണോ പാസ്റ്റർ എനിക്കറിയത്തില്ല, ഈ മനുഷ്യനോട് എന്തോ എനിക്കൊരു സ്നേഹം തോന്നി. അന്നേരം പിന്നെ പയ്യെ അങ്ങനെ സ്നേഹമായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ 91 ഞാൻ പുള്ളിക്കാരനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഈ പുള്ളിക്കാരന് ഗ്രാമത്തിൽ കല്യാണം കഴിച്ച് തരുന്നു. എന്നിട്ട് പക്ഷെ പിള്ളേരില്ലായിരുന്നു. പിന്നെ എന്നിട്ട് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഞാനാകെ പരശനായി, ബുദ്ധിമുട്ടിലായി. അന്നേരം എന്തായാലും ഞാൻ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു അവിടെ നിന്ന് പോരാന്ന് ഓർത്തു. ഗ്വാളിയറിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു, 2 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു, ഡൽഹിക്ക് പോന്നു. ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഞാൻ ജോലി ചെയ്തു. മഹാരാജ അഗ്രസേനി ജോലി ചെയ്തു. പിന്നെ ബത്ര ഹോസ്പിറ്റൽ എൻ്റെ കൂട്ടുകാരികളുണ്ടായിരുന്നു, അവിടെ ഞാൻ അവരുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം അവർ എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പിന്നെ എനിക്ക് മഹാരാജ അഗ്രസേനി ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഞാനൊരു ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ അവർ നേഴ്സിങ്ങിന് വേണ്ടി സബ്ദർജംഗിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി, ഇങ്ങനെ കൊടുക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു നീയും കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൊടുത്തു. പക്ഷെ ഞാൻ അറിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു പോയി, അതിൻ്റെ സബ്ദർജംഗിലെ ഡേറ്റ് കഴിഞ്ഞു പോയി. ഇന്ന് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയെങ്കിൽ ഞാൻ നാളെയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഡേറ്റ് ചുമ്മാ മുന്നോട്ടെടുത്തു. അന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് ജോലി കിട്ടുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട്. പിന്നെ എന്നിട്ട് ഞങ്ങൾ അത് കൊണ്ടുപോയി കൊടുത്ത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ല. എന്നാലും എന്തോ ഒരു ഇതുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എന്തായാലും ആ ജോലി എനിക്ക് കിട്ടി. 93 എനിക്ക് സബ്ദർജംഗിൽ ജോലി കിട്ടി. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ജോലിക്ക് കയറി. അന്ന് താമസിക്കാനൊക്കെ അന്നും വാടകയ്ക്ക് താമസിക്കുന്നത്. അന്നേരമൊക്കെ ഞാൻ ഈ ശരിക്കും RCയിലെ ഒരു പ്രാർത്ഥന എനിക്ക്, ഞാൻ കുർബാനയൊക്കെ സമയം കിട്ടുമ്പോൾ പോകും, അല്ലാതെ ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലും, പ്രാർത്ഥിക്കും, അത്രേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവിടെ ഞാൻ പഞ്ചാബി ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഞാൻ ഈ സബ്ദർജംഗിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പോന്നു. ഈ സബ്ദർജംഗിൻ്റെ അടുത്ത് ഒരിടത്ത് താമസിക്കാൻ വന്നു. അവിടെ വന്നപ്പോൾ ഒരു ബിലീവർ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ 2 മുറി, 2 റൂം
എടുത്തിട്ട് ഒരു മുറി ആ പുള്ളിക്കാരിയും ഒരു മുറി ഞാനും ആയിട്ട് അങ്ങനെ എടുത്ത് കമ്പൈൻഡ് കിച്ചനായിട്ട് ഞങ്ങളിങ്ങനെ താമസിക്കുമായിരുന്നു. അപ്പം എൻ്റെ മോഹൻ വരും, അവിടെ വരും, എന്നിട്ട് ഇടയ്ക്ക് വരും, അങ്ങനെ ഞങ്ങൾ താമസിച്ചു. അന്ന് അത് കഴിഞ്ഞ് 95 എനിക്ക് മോനുണ്ടായി. എൻ്റെ മോനുണ്ടായി. മോനെ ഗർഭിണിയായി കഴിഞ്ഞ് പ്രസവിക്കേണ്ട സമയമായപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ വല്യമ്മച്ചിക്ക് എഴുത്തെഴുതി, അമ്മ ഇങ്ങനെ ഞാനൊരു ഇങ്ങനെ കാര്യം പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്നെ നോക്കാനൊന്നും ആരുമില്ല, ഞാനിങ്ങനെ അവിടെ വരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അന്നേരം എൻ്റെ അച്ഛൻ്റെ അനുജൻ അന്നേരം കല്യാണമൊക്കെ കഴിച്ചു, അവരവിടെ ഉണ്ട് തറവാട്ടിൽ. അപ്പം അമ്മ പറഞ്ഞെന്നാൽ നീ വാന്ന് പറഞ്ഞു. എന്നാലും പിന്നെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ഈ മോഹൻ ഇവിടെ നിന്ന് അവിടെ വന്നു, നാട്ടിൽ വന്നു എന്നെ കൊണ്ടുവിടാൻ. എന്നിട്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. ഞാൻ എന്നിട്ട് അവിടെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു, എൻ്റെ കൊച്ച് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് 3 മാസമേ ഉള്ളൂ മെറ്റർണിറ്റി ലീവ്. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. അപ്പം ഞാൻ ഈ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അവർ ബിലീവറാണ്. അവർ ഒരു കോഴിക്കോട്ടുകാരാണ്, നെല്ലിപ്പോയിൽ നിന്ന് കോടഞ്ചേരി അവിടെ ഉള്ള ആൾക്കാരാണ്. അവിടുത്തെ പുള്ളിക്കാരി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നോട് ചോദിച്ച് പ്രാർത്ഥനയുടെ കാര്യമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും പ്രാർത്ഥന വലിയ ഇഷ്ടമൊക്കെയാണ്. അന്നേരം പറയും, ചേച്ചി എന്നാൽ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വാന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ഈ കൊച്ചിനെയും കൊണ്ട് ഞാനും അവർ IPC ചർച്ചിലാണ് പോകുന്നത്. അവിടെ പോയി അവിടെ ചെന്ന് എനിക്ക് വലിയ ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഈ ചർച്ചിലെ വേറൊരു പാസ്റ്റർ അവിടെ വന്നു. ഈ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു, കുഞ്ഞുമോളാണ് സിസ്റ്ററിൻ്റെ പേര്. അവരുടെ വീട്ടിലൊരു പാസ്റ്റർ വന്നു. ആ പാസ്റ്ററിൻ്റെ പേര് മാമച്ചൻ പാസ്റ്റർ എന്നാണ്. ആ പാസ്റ്റർ ബൈബിൾ കോളേജിൽ, ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അവിടെ നിന്ന് ഒരു സഭയുണ്ട്, ഇൻഡിപെൻഡൻ്റ് ഒരു സഭയുണ്ട്. അവിടെ ആ സഭയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ പാസ്റ്റർ ഇവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ ചോദിച്ചു ഇതാരാ? അന്നേരം പറഞ്ഞു ഈ ചേച്ചി ഇങ്ങനെ സബ്ദർജംഗി ജോലി ചെയ്യുന്നതാണ്, ചേച്ചി ഹിന്ദുവാണ്, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അന്നേരം പാസ്റ്റർ ഇങ്ങനെ എന്നോട് സംസാരിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ അങ്ങ് പോയി. പിന്നെ പാസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു കഴിയുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. ഞാൻ ഒത്തിരിയൊന്നും മിണ്ടാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജന് നാട്ടിലുള്ള കണ്ണിന് ഇങ്ങനെ റെറ്റിനയ്ക്ക് ഒരു അസുഖം വന്നു, റെറ്റിന ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞപ്പം കണ്ണ് കാണാൻ മേലാത്ത ഒരു അസുഖമായി. അന്നേരം ഞാൻ കുഞ്ഞാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അന്നേരം കുഞ്ഞാച്ചന് അതിനുവേണ്ടി ഒത്തിരി ചികിത്സിച്ചു, ഒന്നും ശരിയായില്ല. അപ്പോൾ കുഞ്ഞാച്ചനും ഇങ്ങനെ മരപ്പണിയാണ്. പണിയാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ നീ ഒരു കാര്യം ചെയ്യും, പോട്ടാന്ന് പറഞ്ഞ ഒരു ഡിവൈൻ ധ്യാനകേന്ദ്രം, അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്ഥലം, നീ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു നോക്ക്. അങ്ങനെ കുഞ്ഞാച്ചൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പയ്യെ ഒരു ശകലം വിശ്വാസമൊക്കെ വന്നിരിക്കുവാണ് കുഞ്ഞാച്ചന്. ഇങ്ങനെ ഇരുന്നപ്പം ഞാനിവിടെ അഖിൽമോനൊക്കെ ഉണ്ടായി ഒരാളെ നാട്ടിൽ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഈ ബിലീവർ ഈ IPC ചർച്ചിൽ പോകും. എന്നിട്ട് ഇങ്ങനെ കഴിയുന്ന സമയത്ത് പയ്യെ എന്നിട്ട് ഈ പാസ്റ്റർ ഒരു ദിവസം വീട്ടിൽ വന്ന് എൻ്റെ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ചർച്ചിലൊക്കെ പോകണം, നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കൊക്കെ പോകും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞാച്ചൻ എന്നെ പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ നീ വരുന്നുണ്ട്, നമുക്ക് ബാപ്റ്റിസം സ്നാനപ്പെടാം നമ്മളിപ്പം സ്നാനമൊന്നും പെട്ടിട്ടില്ലല്ലോ, ഇനി ഇങ്ങനെ വചനമുണ്ട്, വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണം, ഇങ്ങനെ വചനമുണ്ട്, നീ സ്നാനപ്പെടാൻ വേണ്ടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. അന്നേരം എൻ്റെ അഖിലിൻ്റെ പപ്പ ഞാനിങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരന് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയാൽ പോരെ, എന്തിനാ ഇങ്ങനെ ക്രിസ്ത്യാനിയൊക്കെ ആകാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഇതിനൊക്കെ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു. അന്നേരം പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഡ്യൂട്ടിയിൽ വെച്ച് എൻ്റെ കൈ മുറിഞ്ഞു, ആർട്ടറി കട്ടായിപ്പോയി. എൻ്റെ സബ്ദർജങ്ങളിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ ICUലായിരുന്നു ഡ്യൂട്ടി, റെസ്പിറേറ്ററി ICUല്. അന്നേരം എൻ്റെ കൈ ഇങ്ങനെ സെക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ അന്ന് പറയുമ്പോൾ നോർമൽ സലൈനൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ സെക്ഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്.
ഞാൻ ബ്ലേഡ് കൊണ്ട് അത് കട്ട് ചെയ്തപ്പോൾ എൻ്റെ ആർട്ടറിയെ കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു. അന്നേരം എനിക്ക് മേലാതെ. എന്നിട്ട് ഞാൻ അന്നേരം ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞാൽ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം. ഞാൻ പക്ഷെ അതൊന്നും കേട്ടില്ല. എൻ്റെ പിന്നെ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായി എന്തോ ഇത് പാസ്റ്റർ അറിഞ്ഞുകൊണ്ടായിരിക്കും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥന വെക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ വീട്ടിൽ കള്ളം കയറി. അങ്ങനെ 2 കാര്യങ്ങൾ വീട്ടിൽ അടുത്തടുത്ത് സംഭവിച്ചു. അന്നേരം പിന്നെ ഞാൻ ഇവിടെ നിന്ന് നാട്ടിന് പോയി. എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ വീട്ടിൽ അവിടെയാണ് ഞാൻ പോകുന്നത്. അവിടെയാണല്ലോ വല്യമ്മച്ചി തറവാട്ടിൽ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനകളുണ്ട്. കുഞ്ഞാച്ചൻ അവിടെ ഈ കണ്ണിന് ഒരു സൗഖ്യം കിട്ടി. കുഞ്ഞാച്ചന് കണ്ണ് പ്രാർത്ഥിച്ചിട്ടൊരു വിശ്വാസമൊക്കെ വന്നു. സൗഖ്യം എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ക്യാമ്പിലെങ്ങാണ്ട് ഒരു സർജറി ചെയ്തു. വലിയ ഡോക്ടർ പറഞ്ഞതാ ഒരിക്കലും സൗഖ്യം കിട്ടത്തില്ലെന്ന്. പക്ഷേങ്കിൽ ഒരു ക്യാമ്പിൽ ഒരു സർജറി ചെയ്തപ്പോൾ അത് ശരിയായി. എന്തുകൊണ്ടെന്നാൽ കർത്താവ് അത് പ്രവർത്തിച്ചതാണ്. അത് കുഞ്ഞാച്ചന് വലിയ അത്ഭുതം, വലിയൊരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനിടയായി. കുഞ്ഞാച്ചൻ അന്നേരം പറഞ്ഞിടി ഇങ്ങനെ എല്ലാവരും പറഞ്ഞു എൻ്റെ കണ്ണ് മദ്രാസ് അരവിന്ദിൽ പോലും ആൾക്കാർ മന ഈ റെറ്റിന ഡിറ്റാച്ച്മെൻറ്റ് വന്നാൽ കണ്ണ് ഒരിക്കലും കാണത്തില്ല. പക്ഷേ കുഞ്ഞാച്ചൻ ഇത് വന്നത് വലിയൊരു ഇതായിപ്പോയി. അപ്പോൾ ആ ഡോക്ടർ തന്നെ വണ്ടടിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്, ദൈവം ചെയ്തൊരു അത്ഭുതമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞാച്ചന് അത് സത്യം പറഞ്ഞാൽ കർത്താവ് കുഞ്ഞാച്ചനെ എനിക്ക് വേണ്ടി ഒരു പക്ഷേ അവരെ കൂടി നിയോഗിച്ചതായിരിക്കും. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കുഞ്ഞാച്ചൻ പറഞ്ഞു രമണി നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു ഇതുകൂട്ട് ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ IPC ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കൊച്ചെന്നിച്ച് 2 വയസ്സൊക്കെ ആയി സ്നാനപ്പെടാൻ. എന്നിട്ട് പിന്നെ ഞാനും തീരുമാനിച്ചു. അന്ന് ഞാൻ എൻ്റെ വല്യമ്മച്ചി, എൻ്റെ കുഞ്ഞാച്ചൻ, അച്ഛൻ്റെ അനുജൻ, ഞങ്ങൾ 3 പേര് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് എനിക്ക് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഈ വചനമൊക്കെ ഇച്ചിരി പഠിക്കാനും കർത്താവിനെ കുറിച്ച് അറിയാനും ഒക്കെ എനിക്ക് പയ്യെ എനിക്ക് സഹായിച്ചു. ഈ അല്ലെങ്കിൽ നമ്മൾ ഈ കുർബാനയും ഇത് മാത്രമല്ലേ അറിയത്തുള്ളൂ, നമുക്ക് വേറൊന്നും അറിയത്തില്ലല്ലോ, വചനമൊന്നും അറിയത്തില്ല. പയ്യെ അതൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോരാൻ നേരത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഒരു മകനുണ്ട്. അവന് അന്ന് നാഗാലാൻഡിലായിരുന്നു. നാഗാലാൻഡിൽ അവനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സ്കൂളിൽ. അന്നേരം അവിടെ അന്ന് ബഹളവും ഇതൊക്കെ. അന്നേരം കുഞ്ഞാച്ചൻ പറഞ്ഞിടി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇവനെ അവിടെ ഡൽഹിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അന്നേരം ശരി, അന്നേരം എനിക്കും ഒരു കൂട്ടാകും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവനും പോന്നു എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊച്ചു തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അവനും കൊച്ചിനെയൊക്കെ നോക്കും. അവനിവിടെ വന്ന് പിന്നെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് അവനും ഇവിടെ ഒരു ജോലിയൊക്കെ ശരിയായി. അങ്ങനെ അവൻ വന്നത് എനിക്കും വലിയൊരു അനുഗ്രഹമായി. കാരണം അവൻ വിശ്വാസത്തിലല്ല, പക്ഷേ വിശ്വാസത്തിലല്ല, അവന് ഇഷ്ടമല്ലായിരുന്നു പ്രാർത്ഥന, അവന് ഇഷ്ടമല്ല. അവിടെ കുഞ്ഞാച്ചനും എതിരായിരുന്നു, അവൻ പ്രാർത്ഥിക്കാൻ പോകത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ അവനാണ് വീട്ടിലുണ്ടായിരുന്നത്. അന്നേരം ഇടയ്ക്ക് മാത്രമാണ് അഖിലിൻ്റെ പപ്പ വരുവുള്ളൂ. അന്നേരം വന്നാലും ഞങ്ങളെ ഒന്നും പൈസ തരുമോ, കൊച്ചിനെ നോക്കുമോ, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അന്നേരം ദിലീപ് പറഞ്ഞു, ഇടയ്ക്ക് ഫോൺ ചെയ്യും. അന്നേരം ദിലീപ് പറഞ്ഞു ഇങ്ങനെ ഫോൺ മാത്രം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്, ഇവിടെ വന്ന് മോനെ അന്വേഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയായപ്പോൾ പാസ്റ്ററെ സത്യം പറഞ്ഞു, അന്ന് എന്നോടൊരു സിസ്റ്റർ നാട്ടിൽ വെച്ച് എന്നോട് ഒരു ദൈവാലോചന പറഞ്ഞു, നീ എന്ന് കർത്താവിൽ ശരണപ്പെട്ട് നീ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നോ അന്ന് ഈ മനുഷ്യൻ നിന്നെ വിട്ട് മാറിപ്പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇതൊന്നുമില്ല, ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. എന്നാലും ഇങ്ങനെ പയ്യെ അത് തന്നെ സംഭവിച്ചു. നന്നായി മാറിപ്പോയത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുക പോലുമില്ലായിരുന്നു. അത് വളരെ നന്മയായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരന് പൈസയോടാണ് ഭയങ്കര നോട്ടം. പൈസയ്ക്ക് വേണ്ടി പുള്ളി ഇങ്ങനെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാവോ എന്ന് നോക്കും.
അത്രയേ ഉള്ളൂ. എന്നാൽ കുഞ്ഞു കൊച്ച് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പയ്യെ പുള്ളി അവിടെ നിന്ന് ഫോൺ ചെയ്യും, ഞങ്ങളുടെ വാർഡിൽ ഫോൺ ചെയ്യും. അന്നേരം പിള്ളേർ പറഞ്ഞു, പിന്നെ സിസ്റ്റർ ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പയ്യെ ആയപ്പം പുള്ളിക്കാരൻ വന്നില്ല. പിന്നെ ഞാനും അങ്ങനെ അന്വേഷിക്കാനൊന്നും പോയില്ല. പക്ഷേ ഡൈവോഴ്സൊന്നും കൊടുത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാനത് ആ ദിവസങ്ങളിൽ പാസ്റ്ററെ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. ഞാൻ പിന്നെ ഈ മാമച്ചൻ പാസ്റ്ററിൻ്റെ ചർച്ചിൽ പോയി. ഈ പാസ്റ്റർ ഞാൻ അവിടെ നിന്ന് സ്നാനപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ IPC ചർച്ചിൽ വന്നപ്പം ആ പാസ്റ്റർ എന്നോട് ചോദിക്കുവാണ്, സ്നാനത്തിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞാൻ അന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല, അത് ഒത്തിരി വർഷങ്ങൾ മുമ്പല്ലേ പാസ്റ്ററെ. ഞാൻ പറയുക ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ പാസ്റ്ററെ. അന്നേരം ആ പാസ്റ്ററിന് വിശ്വാസമായില്ല. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മാമച്ചൻ പാസ്റ്റർ നമ്മുടെ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. പണ്ട് എന്നോട് പ്രാർത്ഥന വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനയൊന്നും വെച്ചില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഓർത്തു ഈ പാസ്റ്റർ വരുമ്പം ചൊവ്വാഴ്ചയാണ് പാസ്റ്റർ വരുന്നത്, അന്നേരം ഞാൻ അവിടെ നിന്ന് എവിടെയെങ്കിലും മാറിപ്പോകും. ഇപ്പം ഞാൻ ഓർക്കുക പാവം, അന്ന് പാസ്റ്ററിന് ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പാവം വരുന്നതാണ്. എന്നിട്ട് പിന്നെ ഞാൻ പാസ്റ്ററിന് ഇവിടെ മാമച്ചൻ പാസ്റ്ററിൻ്റെ ചർച്ചിൽ പോകാൻ തുടങ്ങി. പാസ്റ്റർ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും. ഞാൻ ആ ചർച്ചിൽ പോയി. എനിക്ക് വളരെ ആത്മീയമായിട്ട് എനിക്ക് വളരെ നന്മ ആ ചർച്ചിൽ നിന്നുണ്ടായി. പാസ്റ്റർ ശരിക്കും അവിടെ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പാസ്റ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സഭ തുടങ്ങിയതാണ് ആയിരുന്നു. ഞങ്ങളുടെ അന്ന് മുഹമ്മദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഞങ്ങളുടെ ഒരു വീട്ടിലായിരുന്നു പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ അവിടെ വെച്ച് എനിക്ക് ആത്മീയമായിട്ട് നല്ലൊരു കർത്താവ് എനിക്ക് ഒത്തിരി നന്മകൾ നൽകി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആൾക്കാരോട് സുവിശേഷം പറയണം എന്നുള്ള ഒരു ഇതുണ്ട്, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഈ റെസ്പിറേറ്ററി ഐസിയു അല്ലേ, എല്ലാം ഇങ്ങനെ ശ്വാസം മുട്ടി കിടക്കുന്ന പേഷ്യൻ്റാണ്. അപ്പം ഞങ്ങളിൽ ഒരു സിസ്റ്ററുണ്ട്, ഇലാ ജേക്കബ് എന്നും പറഞ്ഞ് ഇൻചാർജ് ആ സിസ്റ്റർ. അന്നേരം സിസ്റ്ററും ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരുമ്പം വേഗം സിസ്റ്റർ പറയുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാം. ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലും. പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അവരുടെ അടുത്ത് പോയി ഞങ്ങൾ ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇത്രയും പ്രശ്നമൊന്നുമില്ല. അവർ പറയും, ആ സിസ്റ്ററെ പ്രാർത്ഥിക്കാം. ചിലർ പറയും, എന്നാൽ ആ പ്രാർത്ഥനയെന്ന് ഞങ്ങൾക്കൊന്ന് എഴുതി തരാൻ പറയും. അപ്പോൾ സിസ്റ്റർ ഈ പ്രാർത്ഥനയൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി കൊടുക്കും. സിസ്റ്റർ മെത്തോഡിസ്റ്റുകാരിയാണ്. സിസ്റ്റർ ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രാർത്ഥന ഇങ്ങനെ എഴുതി കൊടുക്കും. അവരത് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവർക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു ആ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒത്തിരി. അതുപോലെ ഞാൻ മെട്രോയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വലിയ വലിപ്പമൊന്നും പറയുമല്ല, അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിച്ചു. ഞാൻ മെട്രോയിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ട്രാക്റ്റൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊടുക്കാനൊക്കെ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ എനിക്കൊരു ഇതുണ്ടായി. ഈ കർത്താവിനെ കുറിച്ച് എനിക്ക് അനേകരോട് പറയണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ബൈബിൾ സ്റ്റഡിയുണ്ട്, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയുണ്ട്, വ്യാഴാഴ്ചയും ബൈബിൾ സ്റ്റഡിയുണ്ട്, വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രെയറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ നല്ല ആത്മീയമായിട്ട് ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആത്മാവിൽ വളരാൻ എന്താണ് ഈ ക്രിസ്തുവിൽ എങ്ങനെ ഞാൻ ഓർക്കുക പാസ്റ്ററെ, ഈ 1 കൊരിന്ത്യൻസിൻ്റെ ലേഖനത്തിൽ ഒരു ഇതുണ്ടല്ലോ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പാൻ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു ഭോഷത്വം ഞാൻ സത്യം പറഞ്ഞ എന്നെ എന്ത് കണ്ടിട്ടോ കർത്താവ് സ്നേഹിച്ച് ആ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങനെ ഇരുന്ന് ഞാൻ കുറേ കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഈ കിഡ്നിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരു കിഡ്നിക്ക് എൻ്റെ യൂറിറ്റർ എന്ന് പറഞ്ഞ കിഡ്നിയുടെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ബ്ലാഡറിലേക്ക് പോകുന്ന ഒരിതുണ്ട് യൂറിറ്റർ. അവിടെ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ട് അത് ടച്ച് ചെയ്തിട്ട് അത് ഇഞ്ചുറി ആയിട്ട് എനിക്കവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ അത് എൻ്റെ ഒരു കിഡ്നീനെ ബാധിച്ചു. എന്നിട്ട് അത് ബ്ലോക്കായി. അപ്പോൾ ആ കിഡ്നി ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനി ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്.
ഓപ്പറേഷൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഞാൻ നേഴ്സാണെങ്കിലും എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിരുന്ന് കുറച്ച് നാളായി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് 2019 എനിക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായേ. അത് കഴിഞ്ഞ് 2019 ഈ പ്രശ്നം ഉണ്ടായി. അത് ഞാനിങ്ങനെ പിന്നെ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പം പല പ്രാവശ്യം കർത്താവ് എനിക്ക് ഓരോ വചനങ്ങളിൽ കൂടി എന്നോട് സംസാരിച്ചു. വചനങ്ങളിൽ കൂടി സംസാരിച്ച ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. അതിനകത്ത് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മറിയ ഇങ്ങനെ കർത്താവിനെ അവിടെ കബറിടത്തിൽ വെച്ച് കഴിഞ്ഞ് അതിരാവിലെ അവിടെ ചെന്നപ്പം ഭയങ്കര തണുപ്പുള്ള സമയമാണ്, ഭയങ്കര അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് അവിടെ ചെന്ന് അപ്പം ആ കർത്താവിനെ അവിടെ കണ്ടില്ല. അവർ അത് തുറന്നിരിക്കുന്നതൊക്കെ കണ്ടു. ശിഷ്യന്മാരെല്ലാം നോക്കിയിട്ട് പോയി. പക്ഷെ മറിയം മാത്രം അവിടെ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ആ വചനമാണ് എന്നെ കർത്താവ് കാണിച്ചു. ഞാൻ ചുമ്മാ പകൽ ശകലം നേരം ഉറങ്ങുന്ന സമയത്ത് എന്നെ കർത്താവ് കാണിച്ച ആ വചനമാണിത്. എന്നെ ഇത്രയേ കാണിച്ചുള്ളൂ. യോഹന്നാൻ്റെ ഈ 20-16 കാണിച്ചുള്ളൂ. അത് എനിക്കറിയത്തില്ല ആ വചനം ഏതാണെന്ന്. ഞാൻ ഓടി വന്ന് ബൈബിളിൽ നോക്കിയപ്പോൾ ഇതാ വചനം, മറിയയെ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ ഉയരത്തിൽ കയറിപ്പോയിട്ടില്ല. നീ പോയി എൻ്റെ പിതാവും നിൻ്റെ പിതാവും എൻ്റെ ദൈവവും നിൻ്റെ ദൈവമായവനോട് ഞാൻ ഇങ്ങനെ മുകളിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്ത് പോയെന്ന് പറയണം. ഇങ്ങനെ പറയണം എന്നുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ഇങ്ങനെ. അതുപോലെ പാസ്റ്ററെ പലപ്പോഴും ഞാനിങ്ങനെ ഓരോ ആൾക്കാർക്ക് വേണ്ടി പേഷ്യൻസിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വചനം അന്നേരം ഇങ്ങനെ എൻ്റെ വായിൽ വരും. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം, അന്ന് ആ വചനം എവിടെയാണോ എന്താണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതിങ്ങനെ വചനത്തിൽ കൂടി എനിക്കിങ്ങനെ ഓരോ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വചനത്തിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാ പോലും എന്നൊക്കെ ഓർത്ത് ഞാൻ അന്നേരം കൂടുതൽ ബൈബിൾ വായിക്കാൻ നോക്കി. അപ്പോൾ പാസ്റ്റർ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാനിങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ ജീവിച്ചിട്ട് ഫലമില്ല. എൻ്റെ കർത്താവ് എനിക്ക് ഇത്രത്തോളം ഉപകാരങ്ങൾ ചെയ്തു. കർത്താവിന് വേണ്ടി ഞാൻ ഇതുവരെ എന്ത് ചെയ്തു അതെന്നെ ഒത്തിരി ഇങ്ങനെ അലട്ടിയൊരു ഒരു വിചാരമാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ എനിക്ക് 2022 എൻ്റെ റിട്ടയർമെൻറ്റാണ്. ഞാൻ എൻ്റെ സർവീസിൽ ചേർന്നത്. കാരണം നമ്മുടെ ഈ നേഴ്സിങ്ങിന് പോയതൊക്കെ താമസിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് 22 എൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു. റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പം എനിക്കൊരു ദിവസം 2024 എനിക്കൊരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി. അന്നേരം ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാനും ഓർത്തു, അപ്പോൾ ഈ കിഡ്നിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇതിനെന്തെങ്കിലും പറ്റിയതായിരിക്കും. ഞാൻ വേഗത്തിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോയി, ബത്ര ഹോസ്പിറ്റലിൽ പോയി. അവിടെ ബത്ര ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, എന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്ററെ അത് അവർക്കറിയാം ഞാൻ സത്യത്തിൻ്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു അതിങ്ങനെ ഒരു വയറിട്ടിട്ട് അതിൻ്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്ത് ഏതാണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് അന്നേരം അറിയത്തില്ല ഇത് എന്താ പറ്റിയെന്നുള്ളത് അറിയത്തില്ല. കിഡ്നിക്ക് കുഴപ്പമാണെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അന്നേരം ഗൈനിയിലെ ഡോക്ടർ അപ്പം കാണിക്കാൻ പോയി വെറുതെ. അന്നേരം ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്ററിന് യൂട്രസിൻ്റെ സെർവിക്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന്. അയ്യോ, അപ്പോഴേക്കും ഞാൻ ഓർത്തു. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു വിഷമവും ഇല്ല, എന്നാൽ പോലും അങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അതൊന്നും അത്രയും ഇത് കാര്യമാക്കിയില്ല. അന്നേരം പറഞ്ഞു അതിന് ഇനി ബയോപ്സി ചെയ്യണം, അത് നോക്കിയിട്ട് എനിക്ക് CA ആണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് CA ഒന്നും എൻ്റെ കർത്താവ് വരുത്തത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറയുക, എനിക്ക് അങ്ങനത്തെ അസുഖമൊന്നും കർത്താവ് വരത്തില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അതെനിക്കറിയാം. അന്നേരം പറഞ്ഞു എന്നാൽ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി ഒരു കാര്യം പറയാൻ. എൻ്റെ മകന് അവൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് അവനിവിടെ ഗൂഗിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ എനിക്കും UK പോകണം, എല്ലാവരും പോകുക, എനിക്കും പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ ഇഷ്ടമല്ലേ, എങ്ങനെയാണ് പോകുന്നത്, പക്ഷെ ഒത്തിരി പൈസ വേണം.
40 ലക്ഷം 45 ലക്ഷം രൂപ വേണം പോകണമെങ്കിൽ. അപ്പോൾ അത്രയും പൈസയൊക്കെ നമുക്കുണ്ടോ? എന്നിട്ട് ഇങ്ങനെ പറയും ലോണാണെങ്കിലും എടുക്കാൻ ഇപ്പോൾ എന്നാ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് അവനിങ്ങനെ അങ്ങ് കടുംപിടുത്തം പിടിച്ചു. അവൻ ഒത്തിരി ഇതിൽ പറയുക. ഞാൻ അന്നേരം ഇങ്ങനെ വലിയ സങ്കടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ കർത്താവ് എന്നോട് ഒരു വചനത്തിൽ കൂടി സംസാരിച്ചു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പം ഞാൻ അഖിലിനോട് പറഞ്ഞു, മോനെ ഇത് കർത്താവ് എന്തോ ഒന്ന് ഒരുക്കും, കർത്താവ് എന്തെങ്കിലും ഒരു വഴി ഒരുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അപ്പം ഈ അഖിൽ കുഞ്ഞായിരുന്നപ്പം ദൈവാലോചനയുണ്ട് അവനെക്കുറിച്ച്. ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്ററിൻ്റെ അമ്മാമ്മ ഇങ്ങനെ ദൈവാലോചന പറയും. അപ്പോൾ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ എൻ്റെ മോന് നീ ഇപ്പം വലുതായി അനേക സ്ഥലങ്ങളിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ അന്ന് വരെ പോയിട്ടില്ല, പോകാനും അവന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അങ്ങനെ കർത്താവിൻ്റെ ആ ആലോചന ഉള്ളത് കൊണ്ട് എന്തായാലും അത് ദൈവഹിതമായതുകൊണ്ട് കർത്താവ് തന്നെ അവനെ പോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി. അവൻ UK പോയി. അവൻ പോയി കഴിഞ്ഞാണ് എനിക്ക് അസുഖത്തിൻ്റെ ഈ കാര്യം വരുന്നത്. അവൻ സെപ്റ്റംബറിൽ പോയി, ഡിസംബറിൽ എനിക്ക് ഡിസംബറിൽ എനിക്കിങ്ങനെ മേലാതെയായി. എന്നിട്ട് ഹോസ്പിറ്റൽ. അപ്പം എൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ ഉണ്ടല്ലോ, അവനും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പിന്നെ കല്യാണം കഴിച്ചു. ഞങ്ങൾ താമസിക്കുന്ന അടുത്തടുത്താണ്. പിന്നെ ഞങ്ങളിവിടെ വീട് മേടിക്കാൻ കർത്താവ് സഹായിച്ചു. ആ വീട് മേടിക്കാനൊക്കെ എൻ്റെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ആണുങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ അതൊന്നും ഒരു പെണ്ണിന് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവൻ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. വേറെ ഒത്തിരി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഭാര്യ നേഴ്സാണ്. അപ്പോൾ ഒരു ദിവസം ഞാനും അവളും ദില്ലി എൻ്റെ സിസ്റ്ററിൻ ലോയും പിന്നെ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ഡോക്ടർ ബയോപ്സിക്ക് ഡേറ്റ് തന്നു. ബയോപ്സി എടുക്കാൻ വേണ്ടി എൻ്റെ ഡിസംബർ 2024 ഡിസംബർ 6-ാം തീയതി എൻ്റെ ബയോപ്സി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വരും. റിസൾട്ട് വന്നപ്പോൾ സ്ക്വാമസ് സെൽ കാർസിനോമ എന്നാണ് വന്നത്. അപ്പോൾ അതും വലിയ സിവിയർ ആണെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പം എനിക്കെന്തോ കാർസിനോമയൊക്കെ എനിക്ക് വന്നോ അങ്ങനെ. എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ എനിക്ക് അതേക്കുറിച്ചൊരു അത്രയ്ക്ക് ഒരിതില്ല. എനിക്ക് എനിക്ക് എന്നെ വന്നാലും അത് മാറും എന്നുള്ള ഒരിതെനിക്കുണ്ട്. എനിക്കങ്ങനെ ഒരു ഭയമൊന്നുമില്ല. അന്നേരം എനിക്ക് എന്തായാലും ഒരു വിഷമം തോന്നി. കൊച്ചും പോയി. അന്നേരം എനിക്കിത് വന്നല്ലോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ സർജറി ചെയ്യണം, എന്നാ നിങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത്രയല്ലേ ഡോക്ടർ പറഞ്ഞു. അത് മുഴുവനും ഭയങ്കരമായിട്ട് സ്പ്രെഡായി, വലിയ പ്രശ്നമായി, ഇതാ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പേടിപ്പിച്ചു. അന്നേരം പിന്നെ എന്തായാലും അവിടെ നിന്ന് പിന്നെ എൻ്റെ മോന് വന്നു. അവിടെ നിന്ന് കൊച്ചു വന്നു ജനുവരിയിൽ. അപ്പം പറഞ്ഞു അന്നേരം ഞാൻ CGHS ഡിസ്പെൻസറിയിൽ ഞാനിങ്ങനെ പോയി ഡോക്ടറിനോട് അവരോട് മേടിക്കണമല്ലോ അഡ്വൈസ്. അവരോട് നമ്മൾ എഴുതി മേടിക്കണം, നമ്മളെവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ. അന്നേരം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. CGHS കാർഡിൻ്റെ ഇത് വെച്ച് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഞാനതൊക്കെ പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പം അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്തിനാ ബെത്ര ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്, മാക്സ് ഹോസ്പിറ്റലിൽ കാണിക്കും, അവിടെ നല്ല ഡോക്ടറുണ്ടെന്ന്. എന്നാൽ ശരി മാക്സിൽ പോകാമെന്ന് ഓർത്ത് ഞാൻ അവിടെ മാക്സിൽ പോയി. എൻ്റെ മോനും വന്നു, പിന്നെ എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തൂനും ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവിടെ പോയി എൻ്റെ സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തു. എനിക്ക് ഭയങ്കര പേടിയാണ്, വലിയ പേടിയാണ്. എന്നാലും എനിക്ക് വലിയൊരു ധൈര്യം എനിക്കുണ്ട്. കാരണം ഇത്രയും വലിയ അസുഖമാണ് ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്കുണ്ടല്ലോ, എനിക്ക് പിന്നെ ഒരിതുണ്ട്, കർത്താവ് അത്ര വലിയ അസുഖമൊന്നും എനിക്ക് വരുത്തത്തില്ല. അങ്ങനെയുള്ളൊരു ധൈര്യം എനിക്ക് മനസ്സിൽ വന്നു. ഞാനെന്നിട്ട് ഇങ്ങനെ പോവുക. അന്നേരം ഞാനിങ്ങനെ വചനങ്ങളൊക്കെ പറഞ്ഞു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എന്നെ സ്ട്രെച്ചറിൽ അകത്തോട്ട് കൊണ്ടുപോയി, ബെഡിൽ കൊണ്ടുപോയി അവിടെ കടത്തിയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ചെന്നപ്പം സത്യമായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പം സിൽവർ കളറിലെ ഒരു 2 ചിറകുകൾ ഞാൻ കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് 2 സൈഡിലും ഇങ്ങനെ ഞാൻ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിക്കാൻ വേണ്ടി
കാണിച്ച ഒരു ദർശനമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. ഞാൻ കിടന്നു. വലിയ ഓപ്പറേഷനായിരുന്നു, മേജർ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ് എന്നെ പുറത്തിറക്കിയപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അകത്തൊന്നും സ്പ്രെഡൊന്നും ആയിട്ടില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നെ ICUലൊക്കെ കിടത്തി. ICUൽ 5 ദിവസമൊക്കെ കിടന്ന് ഞാൻ ശരിയായി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരണം. നമ്മുടെ യൂട്രസ് മുഴുവൻ എടുത്തല്ലോ എല്ലാം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഹിസ്റ്റക്ടമി അല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം റിപ്പോർട്ട് വരാനുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പം അവിടെ മൈസൂർ ഡോക്ടറുണ്ട്, ശരൺ ചൗധരി എന്ന് പറഞ്ഞ്. ഒത്തിരി പ്രായമുള്ള ഡോക്ടറാണ്, വലിയ സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരുന്നപ്പം ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഈ കീമോതെറപ്പിയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഒരു വിഷമമുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവേ അതൊന്നും ചെയ്യാൻ ഇടവരില്ലേ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ വലിയ കൺഫ്യൂഷനില്ല. എന്നാന്ന് ചോദിച്ചപ്പോൾ പറയുക, ഇതിനെന്നാ ചെയ്യണം ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അന്നേരം എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഇപ്പം സിസ്റ്ററിൻ്റെ അത് വിട്ടേൽ 0.3 വന്നിട്ടുള്ളൂ. അത് 0.5 കൂടുതലായാലാണ് ഞങ്ങൾ അതിൻ്റെ കീമോതെറപ്പിയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും കുറച്ച് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടി വെച്ചിരിക്കുക ഈ കേസെന്ന് പറഞ്ഞു. അന്നേരം ഞാനന്നേരം കർത്താവിനെ സ്ഥിതിച്ചു. ഞാൻ പറഞ്ഞു, ഞാനന്നേരം ആ ഡോക്ടറിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ മേരെ പരമേശ്വരൻ മേരെ സാത്തെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡോക്ടർ പറഞ്ഞു, വേണമെങ്കിൽ ഇത് കുറച്ച് ഡോക്ടർമാർ പറയുന്നു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ 50% പറയുന്നൊന്നും കൊടുക്കണ്ടെന്ന്, ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു, വേണ്ട എനിക്ക് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യേണ്ടത്. ഞാൻ തിരിച്ചു വന്നു. ഇതുവരെ ദൈവത്തിന് കർത്താവിൻ്റെ വലിയ കൃപയാൽ എനിക്കൊരു ട്രീറ്റ്മെൻറ്റും തന്നില്ല, ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും, എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അവനെ വിളിച്ചു. അങ്ങനെ കുറേ വചനങ്ങൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു. യഹോവ റാഫു, മേരാ യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ സ്വർഗത്തിൽ നിന്ന് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത എൻ്റെ യഹോവ വലിയവൻ. ഞാൻ പിന്നെ ഇതുവരെ ദൈവകൃപയല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, നന്നായിട്ടിരിക്കുന്നു. എനിക്ക് നോർമലായിട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല. വളരെ നന്ദി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഇത്രയും നാളും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ കൊച്ചിന് വേണ്ടി ജീവിച്ചു. ഞാൻ അങ്ങോട്ട് മോടി ഇങ്ങോട്ട് മോടി, വീടുണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം. എപ്പോഴും അതെ. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ വീട് നന്നായിരിക്കണം, നല്ല വീട് മേടിക്കണം, മക്കൾ ഫോറിന് പോകണം, ജോലി കിട്ടണം, ഇതൊക്കെയാണ്. എന്നാൽ കർത്താവിന് വേണ്ടി ഈ ക്വസ്റ്റ്യനോട് എൻ്റെ മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങി. നീ ഇത്രയും നന്മയൊക്കെ നീ അനുഭവിച്ചു, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? അന്ന് ഞാൻ ഓർത്തു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് അനേകരോട് പറയും, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ പറയും. അങ്ങനെ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇങ്ങനെ എനിക്ക് കർത്താവ് ചെയ്ത കാര്യങ്ങൾ അനേകരോട് പറയാനും കർത്താവിനെ സഹായിച്ചു. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇവിടെ ആജാദിയിലെ ഇതെപ്പോഴും ഞാൻ കാണുന്നതാണ്. ഈ ആജാദി പാസ്റ്ററിൻ്റെയും സിസ്റ്ററിൻ്റെയും പ്രോഗ്രാം എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാനത് കാണും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ നോക്കും അതെങ്ങനെയാണ് പോലും പറയുന്നത്, ഇതൊക്കെ ഞാൻ നോക്കി അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഈ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തത്. അപ്പം കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഇതൊന്നുമല്ല, ഒത്തിരി ഒത്തിരി ഉപകാരങ്ങൾ എനിക്ക് ചെയ്തു. കർത്താവ് ചെയ്തതിനെക്കുറിച്ച് ഓർത്താൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്നേരം കർത്താവ് അത് ചെയ്തു തരും. എൻ്റെ മോൻ്റെ വിസയ്ക്ക് വേണ്ടി അവൻ പഠിച്ചു കഴിഞ്ഞാണ് അവിടെ ജോലിക്ക് പോയത്.
MSc HR അവന് പഠിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് UK എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിസ എടുക്കണം. വിസയ്ക്ക് വേണ്ടി എനിക്ക് വലിയ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അന്നൊക്കെ അവിടെ അവന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ജോലിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നല്ല ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അന്ന് ഞാനിങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും വിസ എടുത്തു, കൊച്ചു മാത്രം വിസ എടുത്തില്ല. തിരിച്ചു പോന്നാൽ എന്നാ ചെയ്യും? ഇത്രയും പൈസ കടമൊക്കെ ഉണ്ട്, എങ്ങനെ കൊടുക്കും? ഇതൊക്കെ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ചു. അവസാനമാകുമ്പോൾ നിനക്ക് വിസയുടെ പൈസ ശരിയാകും, നിനക്ക് അത് നടക്കുമെന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു. ഞാൻ പലരോടും ചോദിച്ചു പൈസ, പക്ഷേ അന്നേരം ഒന്നും അങ്ങനെ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ ആങ്ങളെ എനിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി അവൻ്റെ വിസയുടെ കാര്യം എന്തേലും ആയോ, അവന് എന്ത് പൈസ ശരിയായിരുന്നു? ഞാൻ പറഞ്ഞു അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പൈസ 2-3 പേരോടെ കിട്ടും എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന്. ചേച്ചി താഴോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി ഒരു ചെറിയ ലോൺ പോലെ ഒരെണ്ണം ശരിയായി. അത് അങ്ങനെ, കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളെന്തേലും എന്നിട്ട് പിന്നെ അതിൽ നിന്ന് എനിക്ക് ആ പൈസ ശരിയായി, അത് കൊടുത്തു അവന്. അതുപോലെ അവന് ജോലി കിട്ടിയില്ല. പഠിച്ചു കഴിഞ്ഞ് അവൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അവന് ഒത്തിരി പഠിച്ചതാണ്. അവന് ഗൂഗിളിൽ ഇത്രയും നല്ല ജോലിയൊക്കെ ചെയ്തിട്ട് അവിടെ പോയി ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവന് വലിയ വിഷമമായിരുന്നു. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്നെ വിട്ട കർത്താവ് നിന്നെ നടത്തും, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ ഞങ്ങളുടെ ചർച്ചിലും എല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ ആങ്ങളെയും എൻ്റെ കുടുംബത്തിലെല്ലാവരും, എൻ്റെ കുഞ്ഞാച്ചനും കുഞ്ഞമ്മയും, അതുപോലെ ചർച്ചിലെല്ലാവരും, ഞങ്ങളുടെ ചർച്ചിലും അതെ, ആൾക്കാരെല്ലാം പരസ്പരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. വളരെ ചർച്ചിൽ എനിക്ക് വലിയൊരു സപ്പോർട്ടുണ്ട് ചർച്ചിൽ. എൻ്റെ പാസ്റ്ററും ഞങ്ങളുടെ വിശ്വാസികളെല്ലാം അവരെല്ലാം പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഏപ്രിൽ ആകുമ്പോഴേക്കും എൻ്റെ മകന് ഒരു ജോലി കർത്താവെ നീ കൊടുക്കണം. കാരണം അവൻ്റെ ഏപ്രിൽ നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ പിന്നെ അവന് നല്ല സാലറി കിട്ടുമല്ലോ. അവന് പഠിച്ച സ്ട്രീമിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതമെന്ന് പറയട്ടെ, ഏപ്രിലിൽ തന്നെ കർത്താവ് അവന് ജോലി ശരിയാക്കി. അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നേ, അവന് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടെ തന്നെ അവന് ജോലി കിട്ടാൻ കർത്താവ് സഹായിച്ചു. അവിടുത്തെ ഒരു മാനേജർ തന്നെ അവനെ വിളിച്ച്, ഇപ്പം അവർക്കൊന്നും ജോലിയൊന്നും ആർക്കും കിട്ടാത്ത സമയത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്നേ പറയാനുള്ളൂ. അവിടുത്തെ ജോലി ചെയ്യുന്ന അവിടുത്തെ മാനേജർ പറഞ്ഞു, ഇവിടെ HR ഒരു ജോലിയുടെ ഒരു വേക്കൻസി ഉണ്ട്, നീ അത് കൊടുക്കുക. അവനത് കൊടുത്തു, ഇൻ്റർവ്യൂ എടുത്ത് അവനത് കിട്ടി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, സിസ്റ്ററെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, തിരുനാമം നിമിത്തം കർത്താവെ, എൻ്റെ കൊച്ചിൻ്റെ വലിയ കഴിവാലോ പ്രാപ്തിയാലോ അല്ല, തിരുനാമം നിമിത്തം ദൈവമേ നീ അത് ചെയ്യണം, കർത്താവ് തിരുനാമം നിമിത്തം അത് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, വചനത്തെ എടുത്ത് പ്രാർത്ഥിക്കും. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ആ വചനം സത്യവചനമാണ്. ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചെയ്യും. ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് സത്യമായിട്ടും എൻ്റെ കുഞ്ഞിന് അവിടെ ജോലി കിട്ടാൻ സഹായിച്ചു. ഇനി അവന് 2.5 വർഷത്തോളം അവിടെ ഉണ്ട്, 2 വർഷത്തോളം ഉണ്ട് അവനെ അവിടെ. അപ്പോൾ അത് ജോലി കർത്താവ് കൊടുത്തു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ ഒരിക്കലും സ്വന്തം ഇതിൽ ഊന്നരുത്, സ്വന്തം ബലത്തിൽ ഊന്നരുത്, യഹോവയിൽ ആശ്രയിക്കാം. എപ്പോഴും ഞാൻ പറയും, കർത്താവിന് ഗർവിക്കുന്നവരെ ഇഷ്ടമല്ല, നമ്മുടെ ഗർവം നിമിത്തം യഹോവ രഹസ്യത്തിൽ കരയുമെന്നാണ്. നമ്മുടെ കർത്താവ് സത്യം പറഞ്ഞ ശലോമൻ വലിയ യഹോവയെ ദർശിച്ച ആളാണ്, വലിയ ജ്ഞാനിയായിരുന്നു. പക്ഷെ അവൻ വഴിവിട്ട് പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ എന്നുവരെ നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് അവൻ്റെ സന്നിധിയിൽ നിന്നോ അവൻ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവ് നടത്തും, അവൻ സഹായിക്കും. ഇത് എന്നെയും കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. ഇനി എനിക്ക് ഇത്രയും ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യുക, അപ്പച്ചനോട് അനേകരോട് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുക. എനിക്ക് അല്പം സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പാവങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ സഹായിക്കുക. കാരണം എൻ്റെ ലിയോമയൊക്കെ എന്നെ അങ്ങനെ എനിക്ക് വേണ്ടി അത്രയും പെയിൻ എടുത്തുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ വരാൻ കാര്യമായത്. ഞാൻ ഒരിക്കലും സിസ്റ്റേഴ്സിനെ നിന്നിച്ച് സംസാരിക്കുന്നില്ല. കാരണം സിസ്റ്റേഴ്സ് ചെയ്യുന്ന ആ പ്രവൃത്തി വളരെ വലുതാണ്. അതിന് ഞാൻ എന്നും വളരെ
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും വല്ലതും അവരെ നിന്ദിച്ചാൽ എനിക്ക് വലിയ വിഷമമാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ അത്ര പ്രായമുള്ള ഒരു അമ്മയായിരുന്നത്. അത് പ്രായമായ വയസ്സായ അമ്മമാരെ, വയസ്സായ അമ്മച്ചിമാരെ പുള്ളിക്കാരി പഠിപ്പിക്കുന്നതാണ് സ്കൂളിൽ ഈ സിസ്റ്റർ. എന്നാലും അത് ശനിയാഴ്ച അവധി കിട്ടുന്ന ദിവസം എല്ലാ അമ്മമ്മമാരെയും ബാത്റൂമിൽ കൊണ്ടിരുത്തി തേച്ച് അവരെ കുളിപ്പിച്ച് തുണിയൊക്കെ മാറി എല്ലാം ചെയ്യും. ഞാനന്ന് ചെറുതാണ്, ഒത്തിരി ഇതില്ലല്ലോ എനിക്കന്ന്. എന്നാലും ഞാൻ ഓർക്കും, ദൈവമേ ഇതൊക്കെ ഇന്നിപ്പം ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ എത്ര വലുതാണ്, ഞാനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യാനൊക്കെ ഞാനും മനസ്സ് കാണിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പാസ്റ്ററെ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ആഗ്രഹമാണ്. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ ജീവിച്ച് ഞാൻ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, കർത്താവിനെ കുറിച്ച് അനേകരോട് പറയാൻ. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇന്നും എൻ്റെ ജീവിക്കുന്നുണ്ട്. എൻ്റെ അമ്മ വേറെ കല്യാണം കഴിച്ച് അമ്മയ്ക്ക് മക്കളുണ്ട്. എൻ്റെ ഫാദറിന് ഇപ്പം മേലാതെയായി, ഫാദറിപ്പം നാട്ടിലുണ്ട്. അങ്ങനെ അവരൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അവരെല്ലാം കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവരാണ്. അവരോടൊക്കെ പറഞ്ഞ് അവരൊന്നും വിശ്വസിക്കത്തുമില്ല. എന്തായാലും തമ്പുരാൻ ഒരു കുഞ്ഞാച്ചനെ വിളിച്ച് വേർതിരിച്ചു. ശരിക്കും ഞാനും കുഞ്ഞാച്ചനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒത്തിരി നാണവും കുഞ്ഞാച്ചനെ ഒത്തിരി പരിഹസിക്കുകയും KP യോഹന്നാനും വിളിച്ച് ഒത്തിരി കളിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പുതു ക്രിസ്ത്യാനി എന്നൊക്കെ വിളിച്ച് ഒത്തിരി നിന്ദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും കർത്താവ് എൻ്റെ കുഞ്ഞാച്ചനെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ആങ്ങള, അവനും ഇവിടെ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പം വളരെ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. അവനെയും കർത്താവ് ആത്മീയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അവനും സ്നാനപ്പെടാനും, പിന്നെ മാമച്ചൻ പാസ്റ്ററാണ് അവനെ സ്നാനപ്പെടുത്തി. പിന്നെ അവനും നല്ലൊരു ആത്മീയ ജീവിതം കഴിക്കാൻ കർത്താവ് സഹായിക്കുന്നു. എന്നെയും കർത്താവ് ഇത്രത്തോളം നടത്തി ഇവിടെ ഒന്നുമില്ലാതെ ഒരു തുണിയാൽ ഇറങ്ങി പുറപ്പെട്ട എന്നെൻ്റെ കർത്താവ് എന്നെ ക്ഷേമമായി നടത്തുന്ന സ്നേഹത്തെ ഓർക്കുന്നു. വലിയ വലിയ അസുഖത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എൻ്റെ കർത്താവ്, ഞാൻ എന്ത് പറഞ്ഞിട്ട് കർത്താവിനോട് നന്ദി പറയും. എന്തോരോ ആൾക്കാർ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര വേദനയുള്ളതാണെന്നറിയാമോ? പക്ഷേ ക്യാൻസറിൻ്റെ വേദന അത് എന്ത് വേദനയാണ്. അതുപോലെ കീമോതെറാപ്പിയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇനി എൻ്റെ ജീവിതത്തെ വേർതിരിക്കുന്നു. ഞാൻ വലിയ നല്ല ആളൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാലും എൻ്റെ കർത്താവ് എന്നെ കണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ കാൽവരി ക്രൂശിലാണ്. വേറെ ഒന്നും പറയാനില്ല. കാരണം എൻ്റെ വേറെ ആൾക്കാർ ഈ ലോകത്തിൽ ഇത്ര കോടി ആളുകളുണ്ട്. പക്ഷേ എന്നാൽ അവരെ ഒന്നും കാണാതെ കർത്താവ് എന്നെ കണ്ടല്ലോ. എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നല്ലോ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ അത്രത്തോളം കർത്താവ് സ്നേഹിച്ചല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ കരുതിയത് കൊണ്ട് ഞാൻ ഏറ്റവും ഭാഗ്യവതി എന്ന് എണ്ണുന്നു. കർത്താവിനെ അറിയാതെ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചു പോയാൽ എന്ത് ഫലമുണ്ട്? ഇത്രയേ ഉള്ളൂ പാസ്റ്ററെ. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നില്ല, ചിലതൊക്കെ മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. 10ാമത്തെ മാസത്തിൽ അല്ലേ, ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ജീവിതത്തിലെ പരിശോധന അല്ലെങ്കിൽ ചലഞ്ച് 10 മാസമുള്ളപ്പോഴല്ലേ? 10 മാസമുള്ളപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ആ ഒരു നൺസ്, കന്യാസ്ത്രീമാർ, അവരൊക്കെ ചെയ്യുന്ന ആ ഒരു സേവനം, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത്, ഈ ആതുര സേവനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അത് വളരെ റിസ്കിയുമാണ്. അതിനുവേണ്ടി സമർപ്പിതരായവർ, അതിനുവേണ്ടി പ്രത്യേകം വിളിയുള്ളവർ, അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ആതുര സേവനം ചെയ്യുന്നവരുടെ ശുശ്രൂഷയുടെ ആ ഒരു മഹത്വം കണ്ട്, അവർ മാനിക്കപ്പെടുന്നത് കണ്ട്, അവരുടെ വളർച്ച കണ്ട് നമ്മൾ ചിന്തിക്കും ഞാനും അതൊക്കെ ചെയ്താൽ എനിക്കും അങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ രോഗികളായവരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക, അവരുടെ മുടി വെട്ടുക, മാലിന്യങ്ങൾ മാറ്റം ചെയ്യുക, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവർക്ക് അതിനൊരു വലിയ സമർപ്പണമുണ്ട്. അതിലൊരു വലിയ ദൈവസ്നേഹം അവരറിയുന്നുണ്ട്. അതെ, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ ശുശ്രൂഷ നമ്മൾ കണ്ടിട്ട് നമ്മൾ കോപ്പി അടിച്ചാൽ നമുക്ക് പേരിന് വേണ്ടി ചെയ്യാം. പക്ഷേ നമ്മൾ
അവരെപ്പോലും സക്സസ് ആകത്തില്ല, നമ്മൾ ആ മേഖലയിൽ പരാജയപ്പെടും. ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ചത് എന്താണോ അത് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ആ കന്യാസ്ത്രീകൾ എങ്ങനെയാണോ രമണ സിസ്റ്റർ ജീവിതത്തിൽ സ്വാധീനമായതെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വിദ്യാഭ്യാസ കാലഘട്ടം ഒരു വലിയ ആശയോടുകൂടിയാണ് ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ കാല് വെച്ചത്. പിന്നീടുണ്ടായ ആ ഒരു ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട അവസ്ഥ. എന്നാൽ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട മകനെ നൽകി, അല്ലേ? അവൻ കുഞ്ഞു പ്രായം മുതൽ തന്നെ ചർച്ചിലാണോ? ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ, അല്ലേ? അതെ, അവനും സ്നാനപ്പെട്ടു. അവനും കുഴപ്പമില്ല. അവനോട് ഞാൻ എപ്പോഴും അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മമ്മി, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. എന്നാ മോനെ? മിറക്കിൾ ചെയ്തു. എന്നാ? എനിക്ക് ജോലിയുടെ കാര്യം. എന്നെ ഇത്രയും വലിയ സ്ഥലത്ത് ആരറിയാനാ? ഇനി ആരേലും അറിയോ ഈ സ്ഥലത്ത്? പക്ഷെ അവരെന്നെ വിളിപ്പിച്ചു. അവരുടെ മുറിയിൽ ഇങ്ങനെ എന്നെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ ചെന്നപ്പം പറഞ്ഞു, നിന്റെ CV, നിന്റെ ബയോഡാറ്റ ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ ഇത്രയും പഠിച്ചിട്ട് നീ എന്നാ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. അവൻ പറയുക. എന്നാലും പറഞ്ഞു, അത് ഒരിക്കലും അത് കർത്താവിനാൽ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കത്തേ ഇല്ല. അത് ശരിക്കും പറഞ്ഞു, ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട് സിസ്റ്ററെ. സിസ്റ്റർ കണ്ണുനീരോടുകൂടിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. ഈ സാക്ഷ്യം മുഴുവൻ സിസ്റ്ററുടെ കണ്ണുനീരായിരുന്നു. കാരണം ആ വേദനിക്കുന്ന അനുഭവങ്ങളിലും കർത്താവ് കൂടിയിരുന്നു. നന്ദിയുടെ കണ്ണുനീരാണ്, കർത്താവിനോടുള്ള നന്ദിയുടെ സ്നേഹത്തിൻ്റെ കണ്ണുനീരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കാരുമില്ലെങ്കിലും എല്ലാവരും കൈവിട്ടാലും കർത്താവുണ്ട്. കർത്താവിൻ്റെ കരം പിടിച്ചാൽ മതി. നമ്മൾ പഴയ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ആ പാട്ടിൻ്റെ വരികൾ അങ്ങനെയാണ്: വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. നല്ലൊരു താതനായി, നല്ലൊരു പിതാവായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ പാട്ടിൻ്റെ തുടക്കം അപ്പനും അമ്മയും വസ്തുസുഖങ്ങളും കർത്താവത്രേ. രണ്ടൊരു പാട്ടാണല്ലോ, അല്ലേ? എൻ്റെ ഓർമ്മയിൽ ആ വരികളൊക്കെയാണ് വരുന്നത്. വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമാണ് കർത്താവ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പനില്ലാത്തവർക്ക് അവൻ അപ്പനാണ്. ഒറ്റപ്പെട്ടവർക്ക് അവൻ നല്ലൊരു കാന്തനാണ്. സാധുവിന് നമ്മളെ പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും സാമീപ്യം മനസ്സിലാവും പാസ്റ്ററെ. കർത്താവിൻ്റെ ആ സാമീപ്യം നമ്മളോട്, നമ്മൾ സങ്കടപ്പെടുവോ, നമ്മൾ വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വചനത്തിൻ്റെ ഒരു വെളിപ്പാട്, അതുപോലെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഇത്, രാത്രിയിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് പാസ്റ്ററെ. അതൊക്കെ ഉണ്ട്. രാത്രിയിൽ കൃത്യം ഒരു 2:45, 3 മണി, 2:45 ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ വേഗം ഉറക്കം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രേരണ കിട്ടുക. അതുപോലെ പ്രാർത്ഥിക്കാനുള്ള അതൊക്കെ തമ്പുരാനെ, എനിക്കിത് ഇത്രയും ഒരു ആഗ്രഹമുള്ളൂ. ആത്മാവിൽ നമ്മൾ നിഗളികളായാൽ, നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ നിഗളികളായാൽ നമ്മൾ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നുകൊണ്ട് കർത്താവ് ആ ആത്മീയ നമ്മളുമായിട്ട് കർത്താവ് എങ്ങനെ നമ്മളിൽ ആഗ്രഹിക്കുന്നോ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ചിലപ്പോൾ നമ്മളുണ്ടല്ലോ, ഈ മനുഷ്യർ ഒത്തിരി ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയിലൊക്കെ വന്ന് ഭയങ്കര ഇതായി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ, ഞാനിപ്പോൾ ആലോചിക്കുന്ന കാര്യം ഇതാണ്: കർത്താവേ, എന്നാണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇനി കുറവുള്ളത്, എങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ വചനങ്ങൾ തരും. നമ്മളിങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട കാര്യം, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ കർത്താവ് പറഞ്ഞു, നീ മറ്റുള്ളവരെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ പറയും, പക്ഷെ സ്നേഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളതൊന്നും, അതുപോലെ നമ്മൾ എപ്പോഴും അത് എനിക്ക് വലിയ ദേഷ്യമുള്ള സ്വഭാവമായിരുന്നു, ഭയങ്കര ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു. അതിൽ നിന്നൊക്കെ കർത്താവ് എത്ര വ്യത്യാസം എനിക്ക് വരുത്തി. അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. അത്രയേ ഉള്ളൂ. ഞാൻ സിസ്റ്റർ സഞ്ജീനെ, സിസ്റ്റർ പാസ്റ്റർ ജിഡിയൊക്കെ ഒത്തിരി ഞാൻ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാരണം ഇത്രത്തോളം നിങ്ങൾ എപ്പോഴും ബിസി ആയിട്ട് എല്ലാം എന്തോരം ഇതാ ചെയ്യുന്നത്, പാഠഭേദം, അതുപോലെ വിറ്റ്നസ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ഇത്രയും ആൾക്കാരാണ് ഇതൊക്കെ കാണുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഇങ്ങനെ പറയാനും മറ്റുള്ളവരോട് പറയാൻ അല്ലെങ്കിൽ എനിക്കൊരു സമയം തന്നല്ലോ. എല്ലാത്തിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവരുടെ അടുത്ത് ഇത് പറയാൻ കർത്താവ് എന്നെ സഹായിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ നന്ദിയും സ്നേഹവും നിങ്ങളോടുണ്ട്. അല്ലാതെ എനിക്ക് പുറത്ത് പോയി ഇങ്ങനെ ഒരു ചർച്ചിൽ പോയി പറഞ്ഞാൽ വേറൊരിടത്തൊക്കെ പോയി പറയണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക്
നമ്മൾ നമ്മുടെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. പലരും പല വിധത്തിൽ ചിന്തിക്കും. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ എന്താകുന്നു അത് ദൈവകൃപയാലാകുന്നു. വേറെ എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു ജീസസ്. സിസ്റ്റർ, ഞങ്ങളുടെയും ആഗ്രഹം ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ആരും കേൾക്കാതെ മടഞ്ഞു കിടക്കുന്ന സാക്ഷ്യങ്ങൾ കൊണ്ടുവരണം. ആസാദിയുടെ പ്രേക്ഷകർക്കറിയാം, ആസാദിയുടെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ ഇതുപോലുള്ള റയറായിട്ടുള്ള ആളുകൾ എവിടെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ മറഞ്ഞു അതെ അതെ കിടക്കുന്നത്, അതെ, ഒത്തിരി അത് സാക്ഷ്യം. ദേവദാസന്മാരുടെ സാക്ഷ്യങ്ങളാണെങ്കിലും അതെ അധികം വേദിയിൽ പറയാത്ത സാക്ഷ്യങ്ങളാണ് മിക്കപ്പോഴും. ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥന കേട്ടോ. നമുക്ക് പേരും പ്രസിദ്ധിയും ഉള്ളവരുടെ സാക്ഷ്യങ്ങൾ പബ്ലിഷ് ചെയ്താൽ ആ സാക്ഷ്യങ്ങൾ ഒത്തിരി പേര് കാണും. ഒരുപക്ഷെ അതെ പെട്ടെന്ന് അതങ്ങ് ആളുകളിലേക്ക് റീച്ച് ചെയ്യും. കാരണം ഓൾറെഡി സാക്ഷ്യം പറയാൻ വന്ന ആൾ പ്രസിദ്ധിയുള്ള ആളായതുകൊണ്ട്. അതെ പക്ഷെ അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെയുള്ളവരെ കൊണ്ടുവരത്തില്ലെന്നല്ലാതെ. ഞങ്ങൾക്കൊരു വലിയ പ്രിവിലേജാണ് അങ്ങനെയുള്ളവർ അതെ വന്ന് സാക്ഷ്യം പറയുന്നത്. നമുക്കൊക്കെ സന്തോഷമില്ല. നമ്മുടെ ചാനലിന് അതൊരു ഒരു 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 ചാനലിനെ ഒന്ന് മാനിച്ചതിന് തുല്യമാണ്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന, കർത്താവെ, എവിടെയെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ, വലിയ സാക്ഷ്യങ്ങളുള്ള ദൈവമക്കൾ മറഞ്ഞു കിടപ്പുണ്ട്, അവരെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രാർത്ഥന. ഇന്നും നമ്മൾ കേട്ട സാക്ഷ്യം, രമണി സിസ്റ്ററുടെ സാക്ഷ്യം, നമുക്കറിയാം ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടു. അതെല്ലാം തുറന്ന് താൻ പറയുകയാണ്, കണ്ണുനീരോടുകൂടെ പറയുകയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഒക്കെ കണ്ണുനീരോടുകൂടെ പറയുകയാണ്. അനേകർക്ക് ഈ ഒരു സാക്ഷ്യം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഞാൻ ആ പാട്ടൊന്ന് കണ്ടുപിടിച്ചെടുക്കുകയായിരുന്നു. സാധു കുഞ്ഞുപദേശിയുടെ പാട്ടാ, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ സ്വർഗസിംഹാസനം. എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം ദൈവം മതി. മതി. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും, എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിടുന്നു. എത്ര മനോഹരമായ വരികളാണ്! കവിത പോലെ സുന്ദരമായ വരികളാണ്. ജീവിതാനുഭവമാണ്, ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. നമുക്കൊക്കെ ഈ വാക്കുകൾ, ഈ പാട്ടിൻ്റെ വരികൾ നമ്മുടേതാക്കി മാറ്റാൻ കഴിയും. അതെ പാസ്റ്റർ, തീർച്ചയായും. നമുക്ക് വേണ്ടി നോക്കി കാത്തിരിക്കുന്ന സ്വർഗസിംഹാസനത്തിൽ നിന്ന് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു നല്ല അപ്പൻ, അപ്പനില്ലാത്തവർക്ക് അപ്പൻ, അതെ സാധുവിനപ്പം. ആ വാക്കാണ് എനിക്ക് ഏറ്റവും വളരെ ആകർഷകമായിട്ട് തോന്നുന്നത്. ഒരു പാസ്റ്റർ, സാധുവിന് അപ്പം. അഥവാ ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ പണ്ടേ മരിച്ചു പോയേനെ. മണ്ണായി പോയേനെ. അതെ മനുഷ്യന്റെ എനിക്ക് പല അപകടങ്ങൾ വരായിരുന്നു. മാനുഷിക ഉപദ്രവങ്ങള്. അതുപോലെ അഥവാ ഞാൻ ആ ഗ്വാളിയറിൽ തന്നെ നിന്നെങ്കിൽ എനിക്ക് പല അപകടങ്ങൾ വരായിരുന്നു. അതൊക്കെ കർത്താവ് എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ഇതാണ്. പല വിധത്തിലുള്ള പ്രൊട്ടക്ട് പ്രശ്നങ്ങൾ. ചെയ്തല്ലോ. അതെ, പ്രത്യേകിച്ചും ആ കർത്താവിന്റെ ഒരു ഈ ഞാൻ അങ്ങനെ പറയുമ്പോൾ ആ ഒരു വിവാഹ ബന്ധമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം ഉണ്ടായിരുന്നല്ലേ? അങ്ങനെയാണ് അതെ സിസ്റ്റർ പറഞ്ഞത്. അത് നമുക്കറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നമ്മളൊരു അതെ ചതിയിൽപ്പെട്ടു. എന്താണെങ്കിൽ ദൈവം സഹായിച്ചു, ദൈവത്തിൻ്റെ കരുണ കൂടിയിരുന്നു. നമ്മളെ ദൈവം കണ്ടതാണ്, അതുകൊണ്ടാണ് അല്ലേ? അതെ അതെ, അതുകൊണ്ട് ആ തീർച്ചയായിട്ടും ആങ്ങളെയും പാസ്റ്റർ. ചെറിയച്ഛനും ഒക്കെ വിശ്വാസത്തിൽ വരാനിടയായി തീർന്നില്ലേ? എല്ലാം അതെ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതെ അതെ ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരുണയുടെ കരം കൂടെയുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന കർത്താവല്ല. തീർച്ചയായിട്ടും. സ്വർഗസിംഹാസനത്തിൽ നിന്ന് കനിവോടുകൂടെ നോക്കുന്ന കർത്താവാണ്. ഈ പ്രേക്ഷകരായിട്ടുള്ള ഓരോരുത്തരോടും ഇന്ന് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം ഇതാണ്. അവൻ്റെ കനിവുള്ള കണ്ണുകൾ എന്നെയും രമണി സിസ്റ്ററെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. കോപിച്ചുള്ള നോട്ടമല്ല, അല്ല, കനിവോടുകൂടെ നോക്കുകയാണ്. ഞാൻ സിസ്റ്ററെ, ഇത് ഇന്ന് വരെ പ്രസംഗിക്കാത്തൊരു സബ്ജക്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, പരിശുദ്ധാത്മാവ് കോപിച്ചു എന്നൊരു വാക്യം ഞാൻ കണ്ടിട്ടില്ല വേദോസത്തിൽ. ഉവ്വ. പരിശുദ്ധാത്മാവ് കോപിച്ചു എന്നുള്ള വാക്യം ഞാൻ വേദോസത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് തെറ്റുപറ്റാം, എൻ്റെ അറിവ്
ചെറുതാണ്. പ്രേക്ഷകരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അങ്ങനെ വാക്യമുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ് എന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവ് എന്നെ കാണുമ്പോൾ, എൻ്റെ പരാജയങ്ങളെ കാണുമ്പോൾ ഭയങ്കര വയലൻ്റായിട്ട് നിന്നെ ഇപ്പം കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞല്ല എൻ്റെ അടുക്കലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളം പൊട്ടുകയാണ്, ദുഃഖിക്കുക, ഗ്രീവ് ചെയ്യുക. ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ് എന്ന, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത. എന്നെ കനിവോട് നോക്കുന്ന കർത്താവാണ്. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് എന്നോട് പിണങ്ങിയിരിക്കുക, ഇനി എന്നെ കർത്താവിന് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചിന്ത ഞാൻ ഇന്ന് കൈമാറുകയാണ്. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, കനിവോട് നോക്കുന്നു, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഈ സുസൈഡ് ചെയ്യുന്നവരൊക്കെ പാസ്റ്ററെ ഈ കർത്താവിനെ അറിഞ്ഞെങ്കിൽ അവർ സുസൈഡ് ചെയ്യത്തില്ലായിരുന്നു. ചെയ്യില്ല. അതെ, കർത്താവിനെ അറിയുന്നില്ല, അതുകൊണ്ടല്ലേ. ഈ സ്നേഹം അറിഞ്ഞിരുന്നെങ്കിൽ അവരൊരിക്കലും ചെയ്യില്ലായിരുന്നു. അതെ അതെ, എത്രയോ പ്രാവശ്യമല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എന്താ അങ്ങനെയുള്ള സ്റ്റെപ്പ് എടുക്കാത്തത്? അതെ, പിശാച് എന്താ വിജയിക്കാത്തത്? കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടിയുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സിസ്റ്റർക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ, ധന്യവാദ്. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ പാ, ധന്യവാദ് ധന്യവാദ്. ഹല്ലേലൂയ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ല കർത്താവേ, സുന്ദര സമയത്തിനായി അപ്പനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. അങ്ങ് ഒരുക്കിയ ഈ സമയത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. അനേക നാളിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് കർത്താവേ. അനേക നാളിൽ എൻ്റെ ഹൃദയത്തിൽ അപ്പനോട് പറഞ്ഞ കാര്യമാണ് കർത്താവേ. അപ്പച്ചൻ അതിന്ന് സാധിച്ചു തന്നതിനായി സ്തോത്രം കർത്താവേ. നന്ദിയോടെ ഞാൻ വാഴ്ത്തുന്നു. ഹല്ലേലൂയ അപ്പ. ഈ സമയത്തെ ഞാൻ കർത്താവേ, ഹല്ലേലൂയ, ഈ സമയം തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ ആജാദി ചാനലിനെ, ഈ പാസ്റ്റർ ജി, ഫിന്നി യോഹന്നാൻ പാസ്റ്റർ ജിയെ, സിസ്റ്റർ സാൻഡി സിസ്റ്ററിനെ, ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരനേകർക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സഭ വളർന്നു വലുതാകട്ടെ. അത് പടർന്നു പന്തലിച്ച് ഹല്ലേലൂയ ഈ ലോകത്തിലെങ്ങും പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഈ വേല വളരെ വലുതാണ് കർത്താവെ. ഓ സ്തോത്രം കർത്താവെ. അനേകർ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും കർത്താവിനെ ഏറ്റുപറയുകയും കർത്താവിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഇവർ മുഖാന്തരം കർത്താവെ, അത് ഇവർ കാരണമായി തീർന്നല്ലോ കർത്താവെ. നന്ദിയോടെ വാഴ്ത്തുന്നു. ഇവർക്ക് വലിയ പ്രതിഫലം അപ്പാ നീ കൊടുക്കണമേ. അതുപോലെ കേൾക്കുന്ന എല്ലാ ഹമാര പ്രിയ ജനങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ആരുടെയും നാമത്തിൻ്റെയും ഈ ഗമയ്ക്ക് ഒന്നുമല്ല കർത്താവെ, നിന്റെ നാമം മഹത്വപ്പെടുവാനാണ് കർത്താവെ. എൻ്റെ കർത്താവിനെ അനേകർ അറിയുവാൻ അപ്പോൾ ഇത് മുഖാന്തരം ഇടയായി തീരട്ടെ. ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ ഒരിക്കലും മനുഷ്യനെ പോലെയല്ല, ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ വേറെ ആരുമില്ല. ഏകനാഥൻ കർത്താവ് മാത്രമാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ നിന്റെ ശത്രുവിനെ ദാഹിച്ചാൽ കുടിക്കാൻ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞത് കർത്താവ് മാത്രമാണ്. ഇതൊക്കെ അനേകർ ഇത് അറിയുവാൻ, കർത്താവിനെ അറിഞ്ഞ് ദൈവമേ അവരെ പിൻപറ്റുവാൻ, അവരുടെ ആത്മാവ് രക്ഷപ്പെടുവാൻ ഇടയാട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുടുംബത്തെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഒരിക്കൽ കൂടി ഞാൻ ഈ സഭയിലെ ഈ ആജാദി ചാനലിനെ, പാസ്റ്റർ ജി സിസ്റ്ററിനെ, അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഉത്തരം തന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മൊത്തം അപ്പച്ചന് അടിയങ്ങൾക്ക് ആ ജീവൻ തന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ രമണി സിസ്റ്റർമേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും അടകട്ടെ. ആമേൻ. പ്രധാന സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ സിസ്റ്ററെ. ബ്ലസ് യു. താങ്ക് യു സിസ്റ്ററെ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ഒത്തിരി സിസ്റ്റർ സ്നേഹിക്കുന്നു. ആ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും മറക്കാത്തൊരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു സാക്ഷ്യമാണ് നമ്മളിത് കേട്ടത്. പിന്നെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. Thank you for watching. God bless you.